محمد نبينا بنور وادينا، محمد نبينا بنور وادينا، من مكة حبيبي نور سطع في المدينة. قلبي وفؤادي هاموا بك يا هادي، قلبي وفؤادي هاموا بك يا هادي، زادي وزوادي هدي محمد نبينا، محمد نبينا بنور وادينا، محمد نبينا بنور وادينا، من مكة حبيبي نور سطع في المدينة. من عمر ساحاته بالذكر وآياته، من عمر ساحاته بالذكر وآياته، من رافع راياته مين غير طه نبينا، محمد نبينا بنور وادينا، محمد نبينا بنور وادينا، من مكة حبيبي نور سطع في المدينة. من سجد سجوده من شهد شهوده، من سجد سجوده من شهد شهوده، من وفى بعوده مين غير طه نبينا، محمد نبينا بنور وادينا، محمد نبينا بنور وادينا، من مكة حبيبي نور سطع في المدينة. من صلى صلاته والصبر في كاساته، من صلى صلاته. തെറ്റിദ്ധാരണകൾ മനുഷ്യ സഹജമാണ്. അവ പലപ്പോഴും നമ്മെ ചെന്നെത്തിക്കുന്നത് വലിയ വലിയ നഷ്ടങ്ങളിലുമാണ്. വസ്തുതകൾ അറിയുമ്പോഴേ കാര്യങ്ങളെക്കുറിച്ചുള്ള അവ്യക്തതകൾ നീങ്ങുകയുള്ളൂ. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് മക്ബറകളെക്കുറിച്ചുള്ള സുന്നി വിശ്വാസം. ഖബർ പൂജ, വ്യക്തിപൂജ, ഖബർ ആരാധന, ബഹുദൈവാരാധന തുടങ്ങിയ പദപ്രയോഗങ്ങൾ സുന്നി വിരുദ്ധരുടെ ഈ വിഷയത്തിലെ സ്ഥിരം തുരുപ്പ് ചീട്ടുകളുമാണ്. എന്താണ് യാഥാർത്ഥ്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനില്ല എന്ന് വിശ്വസിക്കുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ആ വിശുദ്ധ വചനം ഉരുവിടാൻ വേണ്ടി മാത്രം സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ സുന്നികൾ. അവർ മക്ബറകളെയും പുണ്യപുരുഷന്മാരെയും ആരാധിക്കുകയും അവരെ ദൈവങ്ങളാക്കുകയും ചെയ്യുമോ? തെറ്റിദ്ധാരണകൾ ഒട്ടേറെ മാറേണ്ടതുണ്ട്. എന്താണ് മക്ബറകൾ? എന്തിനാണ് മക്ബറകൾ? അവിടുത്തെ ആചാരങ്ങൾ എന്താണ്? അനാചാരങ്ങൾ ഏതൊക്കെയാണ്? അനാചാരങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നത്? ഒരു അന്വേഷണമാണിത്. സത്യാന്വേഷികൾ സഹിഷ്ണുതാപൂർവം ഇവ സ്വീകരിച്ചാലും വികാരമല്ല
വിവേകമേ സത്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കൂ. മുൻധാരണകളും പക്ഷപാത ചിന്തയും മാറ്റിവെച്ച് നിഷ്പക്ഷതയോടെയും പരലോക ചിന്തയോടെയും വിഷയത്തെ വിലയിരുത്തുക. തെറ്റിദ്ധാരണകളുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മൂടിക്കിടക്കുന്ന സത്യത്തെ കണ്ടെത്തുവാൻ നിഷ്പക്ഷ അന്വേഷണത്തിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സസൂക്ഷ്മം നാം പരിശോധിക്കുക. ഓർക്കുക, മനുഷ്യൻ അവനറിയാത്തിടത്തോളം യാഥാർത്ഥ്യത്തിൻ്റെ ശത്രുവായിരിക്കും. സത്യം ഗ്രഹിച്ചിട്ടും അസത്യത്തിൽ തുടരുന്നത് നമുക്കൊന്നും നേടിത്തരുകയില്ലെന്ന് ആരും മറക്കാതിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ذلك فأولئك هم الخاسرون. മക്ബറകൾ അവ നമുക്കുള്ള വിശ്രമ കേന്ദ്രങ്ങളാണ്. അനശ്വര ലോകത്തേക്കുള്ള കവാടഭൂമിയാണ്. ഈ ഭൂമിയിൽ എത്ര കാലം സുഖജീവിതം നയിച്ചാലും ഏതൊക്കെ അധികാരത്തോടെ ജീവിച്ചാലും ഒരു ദിവസം എല്ലാം വിട്ടെറിഞ്ഞ് നമുക്ക് യാത്ര പോകേണ്ടി വരും. ആ യാത്രയെ തടയാൻ നേടിയെടുത്ത സമ്പാദ്യങ്ങൾക്കോ പോറ്റി വളർത്തിയ സന്താനങ്ങൾക്കോ കൂടെയുള്ള സുഹൃത്തുക്കൾക്കോ കഴിയുകയില്ല. തീരുമാനിക്കപ്പെട്ട സമയത്തിൽ നിന്നും ഒരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിട്ടുക പോലുമില്ല. സമയം വന്നാൽ അതുവരെ നേടിയെടുത്തത് നേടിയെടുത്തു, നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. പരിശുദ്ധ ഖുർആനിലെ 63-ാം അധ്യായം സൂറത്തുൽ മുനാഫിഖൂനയിലെ മേൽസൂക്തത്തിൻ്റെ പൊരുൾ നമുക്കേവർക്കും അറിയാവുന്നതാണ്. നിശ്ചയം ഒരാൾക്കും തന്നെ അല്ലാഹു അവർക്ക് നിശ്ചയിച്ച കാലാവധിക്കപ്പുറം നീട്ടിക്കൊടുക്കുകയില്ല. ഈ ഭൂമിയിൽ വിലസി നടന്നിരുന്നവർ, അക്രമങ്ങൾ കാട്ടി നൂറ്റാണ്ടുകളെ വിറപ്പിച്ചവർ, ബലഹീനരെ ദുർബലരെ ഉരുക്കുമുഷ്ടി കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും അടിച്ചമർത്തിയവർ, അങ്ങനെ എത്രയെത്ര വില്ലന്മാർ അവരിന്ന് 6 അടി മണ്ണിനടിയിലാണ്. ഭൂമിയിലൂടെ നടക്കുമ്പോൾ നാം കാണുന്ന ഒട്ടനവധി സ്മാരകശിലകൾക്ക് അത്തരം എത്രയെത്ര പേരുടെ കഥകൾ പറയാനുണ്ട്. 1000 നാവുകൾ കൊണ്ട്
നിസാരതയുടെ കഥ പറയുന്ന ഇത്തരം കാഴ്ചകളിൽ നിന്നും കാര്യം മനസ്സിലാക്കുവാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് ആജ്ഞാപിക്കുന്നു. അവിടങ്ങളിൽ ചുറ്റിക്കറങ്ങുക, ചിന്തിക്കുക, ബോധമുള്ളവരാവുക. قل سيروا في الأرض فانظروا كيف كان عاقبة الذين من قبل كان أكثرهم مشركين. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നെന്ന് നോക്കുക. അവരിൽ അധിക പേരും മുശ്രിക്കുകളായിരുന്നു. ഫറോവമാരുടെ പിരമിഡുകളും ലൂത്ത് സമുദായത്തിൻ്റെ വാസസ്ഥലവും ആദ് സമൂദ് ഗോത്രങ്ങൾ പാറകൾ തുരന്നുണ്ടാക്കിയ ഭവനങ്ങളും ഖാറൂന്റെ കൊട്ടാരാവശിഷ്ടങ്ങളുമെല്ലാം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അവയുടെയൊക്കെയും രോധനം ശ്രവണപുടങ്ങളിൽ വന്നണയുന്നു, മനസ്സുകളിൽ ആയിന്നിറങ്ങുന്നു. ആ മീസാൻ കല്ലുകൾ നമ്മോട് സലാം പറയുന്നുണ്ടാകും. ആ മൈലാഞ്ചി കമ്പുകൾ നമ്മെ മാടി വിളിക്കുന്നുണ്ടാകും. ആർക്കറിയാം, നമ്മെയും തേടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അടുത്തു തന്നെ വരികയില്ലെന്ന്. ഒരിക്കലും മടങ്ങി വരാത്ത ആ യാത്രക്ക് നാം തയ്യാറെടുക്കുക. നന്മയുടെ അംശങ്ങളെ പരമാവധി നേടിയെടുക്കാൻ പരിശ്രമിക്കുക. മരണസ്മരണയിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. ഈ മൈലാഞ്ചി ചെടികളും മീസാൻ കല്ലുകളും എന്തിനേറെ കബറുകൾക്ക് മേൽ പന്തലിച്ച കാട്ടുവൃക്ഷങ്ങളും അവക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഇഴജന്തുക്കളും പാമ്പുകളും വരെ നമുക്ക് നൽകുന്നത് മരണസ്മരണയാണ്. ഖബർ സിയാറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് മരണസ്മരണ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഖബർ സിയാറത്തിൻ്റെ ഒട്ടേറെ മഹത്വങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ക്രൂര മനസ്സിനെ ശരിപ്പെടുത്താൻ